ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറെ ദിവസമായിട്ട് നിങ്ങൾ എന്നോട് നല്ലൊരു നിധിവേട്ടയുടെ കഥ പറയുന്നുണ്ട്. എന്നാ പിന്നെ ഇന്ന് അങ്ങനെ തന്നെ ഒരു കഥ ആയിക്കോട്ടെ അല്ലേ? ക്രിസ്തുവിനെ ചതിച്ച യൂദാസിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ആ യൂദാസ് പണ്ട് ഉപയോഗിച്ച ഒരു കപ്പ് ഉണ്ട്. ആ കപ്പ് തേടിക്കൊണ്ട് ചില ആൾക്കാർ ഇറങ്ങുകയാണ്. എന്തിനാണെന്നല്ലേ? പണ്ടെന്നോ മരിച്ചുപോയ ഡ്രാക്കുള എന്ന വാമ്പയറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് യൂദാസിന്റെ ആ ഗ്ലാസ് വേണം. അതിനുവേണ്ടി നടക്കുന്ന വില്ലന്മാരും അതുപോലെ തന്നെ അതിനെ തടയാൻ നോക്കുന്ന നമ്മുടെ കഥാനായകനും. അപ്പൊ ഇതാണ് ഈ ഒരു സിനിമയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത്. അത്ര സീരിയസ് അല്ലാതെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ കഥ മുന്നോട്ടേക്ക് പോകും കേട്ടോ. അപ്പൊ ഒരു നല്ല രസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി കണ്ടിരിക്കാം. അപ്പൊ നേരെ ഈ ഒരു കഥയിലേക്ക് പോവല്ലേ. കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് സിനിമ ആരംഭിക്കുന്നത് തന്നെ ലേലം നടക്കുന്ന ഒരു സ്ഥലം കാണിച്ചുകൊണ്ടാണ്. പുരാതനമായ നല്ല പഴക്കമുള്ള ഒരു കൂജയാണ് ഇന്നിവിടെ ലേലത്തിന് വെച്ചിരിക്കുന്നത്. പണക്കാരായിട്ടുള്ള കുറെ ആൾക്കാർ അത് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഫ്ലിന്നും ഉണ്ട് കേട്ടോ. ആളൊരു ലൈബ്രറിയനാണ്. അവന്റെ ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ആളൊരു ലൈബ്രറിയൻ ആണ് എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. എന്തായാലും ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് ഫ്ലിൻ അങ്ങോട്ടേക്ക് വന്നു. ഇതേ നേരം തന്നെ അവനെ ഒരു ലേഡി വിളിക്കുന്നുണ്ട്. അവരുടെ പേര് ഷാർലിൻ എന്നാണ്. ഈ ഫ്ലിന്നിന്റെ ബോസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ലേഡി പറയുന്നുണ്ട്, ഡാ സൂക്ഷിച്ചും കണ്ടൊക്കെ ലേലം വിളിക്കണേ, വല്ലാത്തൊരു തുകയൊക്കെ കയറ്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. അങ്ങനെ ലേലം വിളി അങ്ങനെ പോവുകയാണ് കേട്ടോ. 20, 30, 40 എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പോകുന്നുണ്ട്. ഈ സമയത്താണ് ഫ്ലിന്നിനെ അവന്റെ ഗേൾ ഫ്രണ്ട് വിളിക്കുന്നത്. എടാ നീ എവിടെ ഈ പോയത്? വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നീ എന്റെ കൂടെ അധികം സമയം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. നീ എവിടെ പോയി ചത്ത് എടുക്കടാ, ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ഫ്ലിന്നിനെ ആണെങ്കിൽ ഗേൾ ഫ്രണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി ഒരു വെക്കേഷൻ വന്നതാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ലേലം ഇവിടെ നടക്കുന്നത് കണ്ടതും അവന്റെ ബോസ് അവനെ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടതും. ഇതിന്റെ ഇടയിൽ ബോസും അവന് വിളിക്കുന്നുണ്ട്, ഡാ വില വല്ലാതെ കയറ്റി വെക്കല്ലേ, നമ്മുടെ കയ്യിൽ അതിന് മാത്രം കാശൊന്നുമില്ല. എന്നാൽ അപ്പോഴേക്കും ഓരോരുത്തരും ലേലം വിളിച്ച് 2.5, 3.5 ആ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് വില. ഈ സമയത്താണെങ്കിൽ ഫ്ലിന്നിനെ അവന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ശ്രദ്ധ ഈ 3 ഭാഗത്തേക്കുമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അവനൊന്നും നോക്കിയില്ല. 4 ലക്ഷത്തിന് ആരോ പറഞ്ഞ സാധനം ഇവൻ ഒറ്റയടിക്ക് 10 ലക്ഷം എന്ന് പറയണം. ഇത് കേട്ട സമയത്ത് അവന്റെ ബോസ് ആയിട്ടുള്ള ഷാർലിൻ തന്നെ പറയണം, പൊന്നു മോനെ നീ തന്നെ നിന്റെ കുടുംബം പണയം വെച്ച് പൈസ കൊടുത്തോ, എന്റെ കയ്യിൽ കാശില്ല. നമ്മുടെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ഞാൻ ലേലം വിളിക്കാൻ പറഞ്ഞത്. എന്നാൽ നമ്മുടെ കയ്യിൽ അത്ര ബഡ്ജറ്റ് ഒന്നും ഇല്ലെന്ന് നിനക്ക് അറിയുന്നില്ല മോനെ. പിന്നീട് ബോസ് ഫോൺ കട്ട് ചെയ്തപ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് വിളിക്കണം, ഡാ നിനക്ക് പറ്റില്ലെങ്കിലേ അത് പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് അവൾ ഒറ്റ കട്ടിയലാണ്. പാവം നമ്മുടെ ഫ്ലിന്നിന് ഇവിടെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും കയ്യിലുണ്ടായിരുന്ന ഒരു ചെക്ക് എടുത്ത് അതിൽ സിമ്പിൾ ആയിട്ട് 10 ലക്ഷം എഴുതി കൊടുത്തിട്ട് അവിടുത്തെ ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ദാ ചെക്കുമായിട്ട് പോയിക്കോ, കാശ് കിട്ടുമെന്ന് പറയണം. പിന്നീട് അവൻ ലേലം വിളിച്ചെടുത്ത ആ ഒരു കോച്ച് ഉണ്ടല്ലോ, അത് നേരെ കയ്യിലേക്ക് എടുത്തിട്ട് താഴേക്ക് ഒരു എയറാണ്. ഇത് കണ്ട് ലേലം നടത്തിയ ആ ഒരു ഓഫീസർ വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്ത് മണ്ടത്തരടായി കാണിച്ചത്, ഇത്രയും കാശ് തന്ന് ഇത് മേടിച്ചിട്ട് അത് എറിഞ്ഞു പൊളിക്കേ. എന്നാൽ പൊട്ടിയ ആ ഒരു കോച്ചയുടെ ഉള്ളിൽ നിന്നും നമ്മുടെ ഫ്ലിൻ ഒരു സാധനം എടുക്കുന്നുണ്ട്, നല്ല തിളക്കുള്ള ഒരു കല്ല്. ഇതെന്താണെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഫ്ലിന് പറയണത് ഇതിന്റെ പേരാണ് ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഇതെന്തോ ആ സാധനം എന്ന് ലേലം വിളിച്ച ആൾ ചോദിച്ചപ്പോൾ ഫ്ലിന്റിന്റെ കൂടെ മത്സരിച്ച ഒരാളുണ്ടല്ലോ, അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, ആ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ആ കല്ല് വെച്ച് എന്തുമേ തൊട്ടാലും അതപ്പം തന്നെ സ്വർണ്ണമായിട്ട് മാറും. അത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിലേ നമ്മുടെ ശരീരം വരെ സ്വർണ്ണമായി പോകും. ദാ എന്റെ ഈ കൂട്ടാളി കണ്ടോ, ഇവന്റെ കൈ വരെ അത് പിടിച്ച സമയത്ത് സ്വർണ്ണമായി പോയതാണ്. പിന്നെ 6 അടി പൊക്കമുള്ള ആ ഒരു മനുഷ്യൻ വന്ന് നമ്മുടെ ഫ്ലിന്റെ കഴുത്തിന് ഒറ്റപ്പെടുത്താണ്, അതും ആ ഒരു സ്വർണ്ണ കൈ കൊണ്ട്. എന്നിട്ട് ആ കല്ല് അവർക്ക് കൊടുക്കാൻ പറയണം. ഫ്ലിന്നിനാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പൊ തൊട്ടടുത്ത് തന്നെ ഒരു തലയാണി ഉണ്ടായിരുന്നു, അതിന്റെ മേലെ ഇവൻ ഈ കല്ല് തൊടുകയാണ്. അത് പതിയെ സ്വർണ്ണമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് ആ സ്വർണ്ണ തലയാണി എടുത്ത് ഫ്ലിന് ഇവനിട്ട് ഒരൊറ്റ വീക്കാണ് കേട്ടോ. ഇവൻ അവിടെ താഴെ വീണു. അതേ സമയത്ത് തന്നെ അവന്റെ ബോസ് ഗണ്ണെടുത്ത് ഫ്ലിന് നേരെ ചൂണ്ടിയപ്പോൾ അതും വെച്ച് അയാൾക്കിട്ടുമെന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സ്വർണത്തിന്റെ തലയാണി ഈ ലേലം വിളിച്ച ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നത്, നിങ്ങൾ ആ ചെക്കുമായിട്ട് ബാങ്കിൽ പോകേണ്ട, 10 പൈസ കിട്ടില്ല. എന്തായാലും ഈ കാണുന്ന സ്വർണം വിറ്റ് നിങ്ങൾ കാശാക്കിക്കോ, 10 ലക്ഷത്തിന്റെ മേലെ എന്തായാലും കിട്ടുമെന്ന് പറയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഫ്ലിന്. അവന്റെ പിന്നാലെ തന്നെ മറ്റേ ഒരു ബോസ് ഉണ്ട് കേട്ടോ. ഇവർക്ക് 2 പേർക്കും ഇപ്പൊ എവിടുന്ന് ഒരു വാള് കിട്ടിയിട്ടുണ്ട്. 2 പേരും വാള് കൊണ്ടായി പിന്നീട് ഫൈറ്റ്. എന്നാൽ കുറെ കാലമായി ഫ്ലിൻ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അതുകൊണ്ട് അവനെ കുറച്ച് എളുപ്പത്തിൽ തന്നെ തോപ്പിക്കുകയാണ്. എന്നിട്ട് നേരെ അവൻ ഓടുന്നത് അവൻ താമസിച്ച ആ ഹോട്ടൽ റൂമിലേക്കാണ്. കാരണം അവന്റെ ഗേൾ ഫ്രണ്ട് അവിടെയുണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഗേൾ ഫ്രണ്ട് ഒക്കെ നേരത്തെ പോയി അവന് കൊടുക്കാനായിട്ട് ഒരു ലെറ്ററും എഴുതി വെച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാ പറയുന്നത്, എടാ നീ പണ്ടേ ഉടായിപ്പാ, ട്രിപ്പ് എന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നീ എങ്ങോട്ടേക്കടയി പോകുന്നേ, എന്നെ പറ്റിക്കാന്ന് നീ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി മോനെ. നീ നിന്റെ വഴിക്ക് പോയിക്കോ, ഞാൻ എന്റെ വഴിക്ക് പോവാണ്. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. ബ്രേക്കപ്പ്. പാവം നമ്മുടെ ഫ്ലിന് ജോലി ആവശ്യത്തിനായിട്ടാണ് ഈ പോകുന്നത്. ഇത് അവന്റെ ജീവിതത്തിന് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പേഴ്സണൽ ലൈഫ് നമ്മുടെ ഫ്ലിനിന് ഒട്ടും കിട്ടുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്നത് ഇവിടെ നിന്നും ഒരുപാട് ദൂരെയായിട്ട് ഏതോ ഒരു മലയുടെ മുകളിലേക്ക് ഒരു 3 പേര് അള്ളിപ്പിടിച്ചങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ മലയുടെ മുകളിലായിട്ട് വലിയൊരു കോട്ടയുണ്ട് കേട്ടോ. ഇത് സാധാരണ കോട്ടയല്ല. ഈ കോട്ടയുടെ ഉടമസ്ഥൻ ആരായിരുന്നു എന്നറിയോ? മറ്റാരുമല്ല, രക്തക്കൊതിയനായ ഡ്രാക്കുള തന്നെ. അങ്ങനെ ഈ 3 പേരും ആ കോട്ടയുടെ ഉള്ളിലേക്ക് വരികയാണ്. അതിൽ പ്രധാനിയായിട്ടുള്ള ആളുടെ പേരാണ് സെർജി കുബ്രിച്ച്. ഇവർ 3 പേരും റഷ്യക്കാരാണ്. റഷ്യക്ക് വേണ്ടി എന്തോ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ശവപ്പറമ്പ് പോലെ കിടക്കുന്ന ആ വലിയ കോട്ടയുടെ ഉള്ളിൽ മുഴുവനായിട്ടും ഇവർ അരിച്ച് പരിശോധിക്കുകയാണ്. അവസാനം
അവസാനം എന്തോ ഒന്ന് ഇവര് കണ്ടുപിടിക്കുന്നുണ്ട്. ആ നേരത്ത് സെർജി കൂബ്രിക് ഉറക്കനെ വിളിച്ചു പറയാണ് ഞങ്ങൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ ഫ്ലിനെ കാണിക്കുകയാണ്. എന്തായാലും ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട് തെറ്റിപ്പോയി. പക്ഷേ ബോസ് അവൻ ഏൽപ്പിച്ച ആ ഒരു ജോലി അവൻ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ഫിലോസഫർ സ്റ്റോണുമായിട്ട് അവൻ നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് ഷാർലിൻ, അതായത് അവന്റെ ബോസ് പറയാണ് എടാ മോനെ ഇതിനുള്ള കാശൊക്കെ നീ എങ്ങനെയാ കൊടുത്തത്? എന്റെ കയ്യിൽ കാശൊന്നുമില്ല കേട്ടോ. എന്തായാലും ഈ എമൗണ്ട് ഇനി പിടിക്കാൻ പോകുന്നത് നിന്റെ സാലറിയിൽ നിന്നാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സമയത്ത് ഫ്ലിൻ പറയാണ് എന്തിനാ മേഡം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ കല്ല് കയ്യിലുള്ളപ്പോ ഇത് തൊട്ട് സാധനങ്ങൾ സ്വർണ്ണമാക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാലോ. അപ്പൊ ഷാർലിൻ പറയാണ് നിനക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നല്ലേ, അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ നിയമങ്ങൾക്കെതിരല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞിട്ട് അവൻ നേരെ ലൈബ്രറിയിലേക്ക് പോവാണ്. എന്നാൽ ആ ലൈബ്രറി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലായിട്ട് സീക്രട്ട് ആയിട്ടുള്ള മറ്റൊരു ലൈബ്രറി ഉണ്ട്. ശരിക്കും അതിന്റെ മേൽനോട്ടക്കാരാണ് ഇവര് മൂന്നുപേര്. എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്ലിന്, ഒന്ന് ഷാർലിൻ, പിന്നെ വേറൊരാളൂടെ ഉണ്ട്. ഈ ലൈബ്രറി എന്ന് വെച്ചാൽ ഇവിടെ എന്താ സൂക്ഷിക്കുന്നതെന്ന് അറിയോ? പുരാതനമായിട്ടുള്ള പലതരം വസ്തുക്കൾ, ട്രഷേഴ്സ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം ലോകത്തിന്റെ പല ഭാഗത്ത് പോയിട്ട് കളക്ട് ചെയ്യുന്ന ആളാണ് ഈ ഫ്ലിന്. ഇതിന്റെ മുന്നേ വേറെയും 2 സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഈ കഥ മനസ്സിലാക്കാനായിട്ട് ആ സിനിമ കാണണം എന്നൊന്നുമില്ല. എങ്ങനെയാണ് ഫ്ലിൻ ഒരു ലൈബ്രറിയൻ ആയത് എന്നൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഈ കഥയിൽ വേറെ തന്നെ ഒരു കഥയാണ്. എന്തായാലും ലൈബ്രറിയിലേക്ക് വന്ന ഫ്ലിൻ ആദ്യം തന്നെ ചോദിക്കുന്നത് അല്ല നമ്മുടെ ജൂഡ്സൺ എവിടെയെന്നാണ്. അയാൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാർലി നോക്കുന്ന സമയത്ത് ഇവിടെ കുറെ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അതിന്റെ കൂട്ടത്തിൽ ഈ അമരത്വം നൽകുന്ന, അതായത് മരണമില്ലാത്ത ജീവിതം നൽകുന്ന, യൗവനം നൽകുന്ന ഒരു പ്രത്യേകതരം വെള്ളമുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തോ ഒരു കംപ്ലൈന്റ്, അത് നോക്കാനായിട്ട് അതിന്റെ ഉള്ളിൽ പോയതാണ് ഈ ജൂഡ്സൺ. നോക്കുമ്പോൾ ഒരു ചെറിയ പയ്യനെയാണ് ഇവർക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്തായാലും ആ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ആ ചെറിയ പയ്യൻ ഇപ്പോൾ നല്ല പ്രായമായിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ്. ഇയാളാണ് ജൂഡ്സൺ. ആ വെള്ളത്തിന്റെ പവർ കൊണ്ടാണ് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇയാളുടെ പ്രായം കുറഞ്ഞത്. ഇതുപോലെ കുറെ സാധനം ഈ ലൈബ്രറിയുടെ ഉള്ളിലുണ്ട് കേട്ടാ. എന്തായാലും വന്ന പാട് തന്നെ ജൂഡ്സൺ ചോദിക്കുന്നത് ആ ഫിലോസഫർ സ്റ്റോൺ എവിടെയെന്നാണ്. അപ്പൊ തന്നെ ഫ്ലിൻ അത് എടുത്തു കൊടുക്കുന്നുണ്ട്. സാധനം കയ്യിൽ കിട്ടിയ പാട് തന്നെ ജൂഡ്സൺ പറയണം നിനക്കായിട്ട് അടുത്ത ജോലി കൂടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, വേഗം അത് ചെയ്യണം. ഈ സമയത്ത് ഫ്ലിൻ പറയണം എന്റെ പൊന്നാശാനെ എനിക്ക് 32 വയസ്സായി, ഇതുവരെയായിട്ട് കല്യാണം പോലും കഴിച്ചിട്ടില്ല, നല്ലൊരു ഫാമിലി ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് വല്ല ദേഷ്യമുണ്ടോ, വല്ല മുൻവൈരാഗ്യോ പകയോ അങ്ങനെ എന്തെങ്കിലും? എന്നെ എന്തിനിങ്ങനെ പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്നത്? എനിക്ക് പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒന്നും വേണ്ടേ? എനിക്ക് എന്റെ ലൈഫ് തന്നെ മടുത്തു. എന്റെ ലൈഫിൽ ഒരു ഗേൾ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ അധിക നാൾ അവൾ എന്റെ കൂടെ ഉണ്ടാവില്ല. അതിന്റെ എല്ലാത്തിന്റെയും കാരണക്കാര് നിങ്ങൾ രണ്ടുപേരാണ്. അതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ട. എവിടെ ആ വാള്? അതായത് ഈ ലൈബ്രറിയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു വാളുണ്ട്, ജീവനുള്ള വാളാണ്. ആ വാൾ ഇപ്പൊ ഫ്ലിന്റിന്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പൊ ആ വാളിനോട് പറയണ ഡാ വന്നിരിക്കുക, എന്റെ കഴുത്തിൽ വന്നിരിക്കുക, മുറിച്ചെടുക്ക്, നീ എന്നെ കൊല്ല്, എന്റെ ശവാണ് ഇവർക്കൊക്കെ വേണ്ടെങ്കിൽ അത് നീ കാണിച്ചു കൊടുക്കടാന്ന് പറയുമ്പോൾ വാളാണെങ്കിൽ അനങ്ങുന്നില്ല കേട്ടോ. എന്തായാലും ഇവന്റെ ഈ ഒരു പ്രാന്തം കളി കണ്ട സമയത്ത് ജൂഡ്സൺ പറയണ ഡാ മോനെ നിനക്ക് ആ പെണ്ണ് തെറ്റിപ്പോയതിൽ നല്ല വിഷമമുണ്ടല്ലേ, ഒരു കാര്യം ചെയ്യ്, 1 മാസത്തേക്ക് നീ ലീവ് എടുത്തോ. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഫ്ലിൻ ആകെ ഞെട്ടിപ്പോണ്. 1 മാസോ ലീവോ? കേട്ട പാട് തന്നെ ഫ്ലിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു കോളേജിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് വന്ന ഒരു പ്രൊഫസറിനെയാണ്. ആളുടെ പേര് ലാസ്ലോ എന്നാണ്. പ്രൊഫസർ ലാസ്ലോ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് അത്ര ആരോഗ്യമുള്ള ഒരാളൊന്നുമല്ല. കാലിനൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അയാളുടെ കയ്യിൽ വടി ഉപയോഗിച്ച് അത് കുത്തിപ്പിടിച്ചാണ് നടക്കാറൊക്കെ. എന്തായാലും പ്രൊഫസർ അങ്ങോട്ടേക്ക് വന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രൊഫസർ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് പുരാതനമായിട്ടുള്ള വസ്തുക്കൾ, അതിന്റെ ആ ഒരു ഗവേഷണങ്ങൾ, അതിന്റെ ആ ഒരു ചരിത്രം, അതുപോലെ തന്നെ ഡ്രാക്കുളയുടെ ഹിസ്റ്ററിയോട് ഇയാൾക്ക് എന്തോ വല്ലാത്തൊരു താല്പര്യമുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നല്ല അറിവുള്ള ആളാണ്. ഒരുപാട് ഗവേഷണങ്ങൾ അതിനെക്കുറിച്ച് നടത്തിയിട്ടുമുണ്ട്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചു പോവാണ്. എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ആൾക്കാർ വരുന്നത്. അത് മറ്റാരുമല്ല, സെർജി കൂബ്രിച്ചും അയാളുടെ ആൾക്കാരുമായിരുന്നു. കൂബ്രിച്ച് നേരെ പ്രൊഫസറിന്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. പ്രൊഫസർ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം, നിങ്ങളുടെ അറിവ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് നിങ്ങൾ വഴികാട്ടിയായിട്ട് വരണം. അപ്പൊ പ്രൊഫസർ വീണ്ടും പറയുന്നുണ്ട് അല്ല നിങ്ങൾ ഇപ്പോഴും വിഷയത്തിലേക്ക് വന്നില്ല, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത്? ഇപ്പൊ സെർജി കൂബ്രിക് ആ ഒരു കാര്യം പറയണം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ ഡ്രാക്കുളയുടെ കല്ലറ കണ്ടെത്തി. അതിൽ നിന്നും ഡ്രാക്കുളയുടെ മൃതദേഹവും. ഇനി ഞങ്ങൾക്ക് വേണ്ടത് യേശുക്രിസ്തുവിനെ ചതിച്ച യൂദാസ് ഉണ്ടല്ലോ, അവൻ ഉപയോഗിച്ചിരുന്ന ഒരു ചാലിസ് ആണ്. ചാലിസ് എന്നാൽ പഴയ കാലത്ത് ആൾക്കാർ വൈൻ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ആണ്. അപ്പൊ ആ ഒരു ചാലിസ് ഇവർക്ക് കണ്ടുപിടിക്കണം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പ്രൊഫസർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപാടിനെ പ്രൊഫസർ പറയാണ് യെസ് ഇത് തേടി തന്നെയാണ് ഞാനും നടക്കുന്നത്. കുറെ കാലമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഗവേഷണം ചെയ്യുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് എന്തിനാണ് യൂദാസിന്റെ ചാലീസ്, അതുപോലെ തന്നെ ഡ്രാക്കുളയുടെ മൃതദേഹം, ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇപ്പൊ സെർജി കൂബ്രിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ഇത്തിരി രക്തമാക്കി ഡ്രാക്കുളയുടെ ആ ഒരു മൃതശരീരത്തിലാക്കി കഴിഞ്ഞാൽ ഡ്രാക്കുളയ്ക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. വാമ്പയർ ആയിട്ടുള്ള ഡ്രാക്കുളയുടെ സഹായത്തോട് കൂടിയിട്ട് എനിക്ക് വലിയൊരു സൈന്യത്തെ ഉണ്ടാക്കാൻ കഴിയും. അത് വെച്ച് എനിക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ കഴിയുകയായി. എന്തായാലും സെർജി കൂബ്രിച്ച് ആശാന്റെ ഉള്ളിലെ ചെറിയ പൂതിയൊന്നും അല്ലേ. ഇതിനുശേഷം നമ്മുടെ ഫ്ലിന്റിന്റെ വീട്ടിലേക്ക് ഷാർലിൻ വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ചടഞ്ഞുകൂടി അങ്ങനെ ഇരിക്കുകയാണ്. അല്ല നീ എന്താ എവിടെയും പോവാത്തെന്ന് ചോദിച്ചപ്പോൾ
ചോദിച്ചപ്പോ ഇപ്പൊ ഫ്ലിൻ പറയണ എവിടെ പോവാനാ, വീട്ടിന്റെ ഉള്ളിൽ തന്നെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അത്രയും സമാധാനം. ഇപ്പൊ ഷാർലിൻ പറയണ ഇതിങ്ങനെ ഒരേ ഇരുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് വട്ട് പിടിക്കും കേട്ടാ. എന്തായാലും കുറച്ച് സ്പോട്ടുകൾ അടങ്ങുന്ന ഒരു ബ്രൗഷേഴ്സ് എന്റെ കയ്യിലുണ്ട്, ഞാനത് നിനക്ക് തരാന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെക്കുകയാണ്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വാന്ന് പറയണം. ഇതിനുശേഷം ഷാർലിൻ പോവാണ്. എന്നാൽ ഫ്ലിനിന് പുറത്തൊന്നും പോകാൻ യാതൊരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. അവൻ വെള്ളം അടിച്ച് അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയായ സമയത്ത് ഒരു പ്രത്യേകതരം സ്വപ്നം അവൻ കാണുന്നുണ്ട്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് സ്വപ്നത്തിൽ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം, ഞാനിപ്പോ വലിയൊരു ആപത്തിലാണ് എന്നൊക്കെ. ഈ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഫ്ലിൻ രാവിലെ ചാടി എഴുന്നേൽക്കുന്നത് കേട്ടോ. എന്തായാലും ഷാർലിൻ പറഞ്ഞതുപോലെ ഈ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വട്ട് പിടിക്കും. അതുകൊണ്ട് തന്നെ ഇന്നലെ ഷാർലിൻ കൊണ്ടുവന്ന ആ ബ്രൗഷറിൽ ഒരെണ്ണം എടുത്ത് നേരെ ആ സ്ഥലത്തേക്ക് വിടുകയാണ് ഫ്ലിൻ. ഇപ്പോൾ ആ നാട്ടിലെത്തിയപ്പോൾ ഫ്ലിനിന്റെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ. ആളുടെ പേര് ആൻഡ്രൂ എന്നാണ്. അപ്പൊ അവനാണ് ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും ചുറ്റി കാണിക്കാനായിട്ട് അവന്റെ കൂടെ വന്നിരിക്കുന്നത്. ആളുടെ കയ്യിൽ ടാക്സിയും ആ ഏരിയയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ വണ്ടികളും ഉണ്ട്. അങ്ങനെ രാത്രി ആയപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു പബ്ബിലേക്ക് പോവാണ്. ആ പബ്ബിലെത്തിയ സമയത്ത് ഫ്ലിൻ ഒരാളെ കണ്ട് ഞെട്ടുകയാണ് കേട്ടോ. അതായത് അവിടെ ഡാൻസ് ചെയ്യുന്ന ഒരു ബാർ ഗേൾ. എന്നാൽ ഈ പെൺകുട്ടിയെ തന്നെയാണ് ഇന്നലെ രാത്രി അവൻ സ്വപ്നത്തിൽ കണ്ടതും. അവളാണ് സഹായം ചോദിച്ചത്. എന്തായാലും അവളെ കണ്ട ഫ്ലിൻ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഈ ഒരു ബാറിന്റെ പുറത്തായിട്ട് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ പ്രൊഫസറും അതുപോലെ തന്നെ ആ ഒരു കോബ്രിച്ചും ഉണ്ട് കേട്ടോ. അപ്പൊ കോബ്രിച്ച് ചോദിക്കാണ്, അല്ല നിങ്ങൾ പറഞ്ഞ ആ ഒരു പഴയ ചർച്ച് ഇവിടെ തന്നെയാണോ? ഇതേ നേരം പ്രൊഫസർ ലാസലോ പറയുന്നുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ചർച്ച ആയിരുന്നു, എന്നാൽ പോകെ പോകെ ഇതൊരു ബാറായിട്ട് മാറിയതാണ്. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന യൂദാസിന്റെ ആ ഒരു ചാലിസ് അത് കിട്ടണമെങ്കിൽ അതിന്റെ ആദ്യത്തെ ക്ലൂ നമുക്ക് ഇവിടുന്നാണ് കിട്ടുക. വാ നമുക്ക് ഉള്ളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ അവരെ കൂട്ടി ഉള്ളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ പാട്ടെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനായിട്ട് പോയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ അരികിലേക്ക് ഫ്ലിൻ ചെല്ലുകയാണ്. അല്ല നിങ്ങളുടെ പേരെന്താണ് ചോദിക്കുകയാണ്. അവരുടെ പേര് തന്നെ കുറച്ച് വ്യത്യസ്തമായിരുന്നു കേട്ടോ, സൈമൺ റെനോയർ. തൽക്കാലം നമുക്ക് റെനോ എന്ന് വിളിക്കാം. ഇപ്പൊ റെനോയെ നോക്കിയിട്ട് ഫ്ലിൻ പറയണത്, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. ഇത് കേട്ടപാട് തന്നെ റെനോ പറയണ, ആഹാ നല്ല കോഴിയാണല്ലേ. പക്ഷേ എന്റെ കോഴിച്ചേട്ടാ, നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന അടവൊക്കെ ഉണ്ടല്ലോ അത് പണ്ടൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീക്കിരി പിള്ളേരോട് നടക്കും. സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ പറയുന്നതേ. ആശാനെ എന്താ പേര് പറഞ്ഞേ? ഫ്ലിന്. അപ്പൊ ഫ്ലിന്നെ തൽക്കാലം ഇവിടെ നിന്ന് വിട്ടുപിടിക്കുന്നു പറയാണ്. ഈ സമയത്താണ് റെനോ ഒരു കാര്യം കാണുന്നത്. അതായത് സെർജി കോബ്രിച്ച് ഇയാളുടെ ആൾക്കാർ ഈ ഒരു പബ്ബിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ റെനോ എന്തുകൊണ്ടാണ് അറിയില്ല ഫ്ലിന്നിന്റെ കൈ പിടിച്ച് നിങ്ങളൊന്ന് വന്നേന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ പബ്ബിന്റെ ഒരു ഭാഗത്തേക്ക് അവനെ കൊണ്ടുപോവാണ്. കുറച്ച് ഉൾഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട് കേട്ടോ. അത് തുറന്ന് ഇപ്പൊ റെനോയുടെ കൂടെ ഫ്ലിൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു പബ്ബിന്റെ ഉൾഭാഗത്തായിട്ട് ഒരു പഴയ ചർച്ച ഉണ്ട്. അതിന്റെ ഉള്ളിൽ കയറി ഫ്ലിൻ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എക്കോ അടിക്കുന്നുണ്ട്. അപ്പൊ ഫ്ലിൻ ഇങ്ങനെ ചുമ്മാ പറയുന്നുണ്ട്, അതായത് ഇതിന്റെ ഒരു കറക്റ്റ് സ്പോട്ടിൽ പോയി നിന്ന് നന്നായിട്ടൊന്ന് ഒച്ച വെച്ചാൽ ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് തകർന്ന് വീഴുമല്ലോ, കാരണം അതിന്റെ ആ ഒരു നിർമ്മിതി തന്നെ അങ്ങനെയാണ്. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ല നീ എന്തിനാ എന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് റെനോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ഫ്ലിനോട് പറയണം, നീ ഒരു ലൈബ്രറിയൻ അല്ലേ? അതെ ഞാനൊരു ലൈബ്രറിയൻ തന്നെയാണ്. അതെങ്ങനെയാ നിനക്കറിയുന്നേ? ഇപ്പൊ റെനോ പറയാണ്, അതൊന്നും പറയാൻ നേരമില്ല, എന്റെ കയ്യിൽ ഒരു മെഡാലിയൻ ഉണ്ട്, അത് ഞാനിപ്പോ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടശക്തികളുടെ കയ്യിൽ ഒരു കാരണവശാലും അത് കിട്ടാൻ പാടില്ല, ഇതുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയണം. എന്നാൽ ഫ്ലിൻ പറയാണ്, അതൊന്നും പറ്റില്ല, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് ആദ്യം തന്നെ അറിയണം. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കിബിച്ചിന്റെ ആൾക്കാർ വരികയാണ്. ഇവര് ഗൺ പോയിന്റിൽ നിർത്തുകയാണ് കേട്ടോ. കൈ പൊന്തിക്കെന്ന് പറഞ്ഞപ്പോൾ ഫ്ലിന്നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഡാലിയൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെഴുകുതിരി എല്ലാം കത്തിച്ചു വെച്ചിട്ടുള്ള ആ ഒരു തറയുണ്ടല്ലോ അവിടെ വീഴുകയാണ്. മര്യാദക്ക് ആ ഒരു മെഡാലിയൻ തന്നെന്ന് പറയുമ്പോൾ ഫ്ലിൻ പതിയെ ആ ഒരു മെഡാലിയൻ അവന്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് പതിയെ നമ്മുടെ റെനയും കൂട്ടിയിട്ട് താഴേക്ക് അങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. വെടിവെക്കൽ ആശാനെ, ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ തരാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നാൽ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയ സമയത്ത് റെനയോട് ഇപ്പൊ ഫ്ലിൻ പറയാണ്, ഒരു കാര്യം ചെയ്യ്, നീ നന്നായിട്ടൊന്ന് കൂക്കിക്കാന്ന്. എന്തിനാണെന്ന് ഫ്ലിൻ ചോദിച്ചപ്പോൾ, നീ ഒന്ന് കൂക്ക്, ഈ ലേഡീസിന്റെ കൂക്കലിനെ കുറച്ച് പവറാണ്, ഒരു ഇച്ചിരി ഫ്രീക്വൻസി കൂടുതലുണ്ട് വന്ന്. എന്തായാലും നമ്മുടെ റെനോ ഒരൊറ്റ കൂക്കലാണ്. ഫ്ലിൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഈ പള്ളിയുടെ ഒരു പ്രത്യേക ഭാഗത്ത് നിന്നിട്ട് ഒന്ന് ഉറക്കന് ശബ്ദം ഉണ്ടാക്കിയാൽ ഈ പള്ളി തന്നെ വേണമെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന്. അത്രയൊന്നും സംഭവിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ആ ഒരു സമയത്ത് പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. കാരണം ശബ്ദം പുറത്തു പോകില്ല, ഇവിടുന്ന് ഭയങ്കരമായിട്ട് എക്കോ അടിക്കും. അപ്പൊ ആ ഒരു ഗ്ലാസ് പൊട്ടി ഈ കുബ്രിച്ചിന്റെ ആൾക്കാരുടെ ദേഹത്തേക്ക് വീണപ്പോൾ അവരുടെ ശ്രദ്ധ മാറി. ഈ ഗ്യാപ്പിന് ഫ്ലിന്നും അതുപോലെ തന്നെ നമ്മുടെ റെനോയും കൂടെ ചർച്ചിന്റെ മുകളിലേക്ക് ഓടി കയറുകയാണ്. അവിടെ ചെറിയൊരു ജനാല ഉണ്ടായിരുന്നു, അതിലൂടെ ഇപ്പൊ റെനോ എടുത്തു ചാടുകയാണ്. അവള് സുഖമായിട്ട് അപ്പുറത്തേക്ക് എത്തി. എന്നാൽ ഫ്ലിന്നിന് ഒറ്റയടിക്ക് ചാടാൻ ഒരു പേടി. ഒരു കാര്യം ചെയ്യാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 3 മീറ്റർ, ഞാനൊരു 45 ഡിഗ്രിയിൽ ചെരിഞ്ഞു നിന്ന് ഇവിടുന്ന് ഒറ്റ ചാട്ടം ചാടിയാൽ എന്റെ ഇപ്പോഴത്തെ വെയിറ്റിന് കറക്റ്റ് അവിടെ എത്തും. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒറ്റ ചാട്ടാണ്. എന്നാൽ അപ്പുറത്തേക്ക് എത്താൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ അവൻ താഴേക്ക് വീഴാണ്. പക്ഷെ ഒരു പിടുത്തം കിട്ടിയാട്ടോ. എങ്ങനെയൊക്കെയോ റെനോ വന്നിട്ട് അവനെ പിടിച്ച് വലിച്ചു കയറ്റാണ്. ഇപ്പൊ ഫ്ലിന്ന് പറയാണ്, എന്റെ കാൽക്കുലേഷൻ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, എനിക്ക് ഒരു 77 കിലോ എന്ന് വിചാരിച്ചത്, പക്ഷെ ഒരു 2 കിലോ എങ്ങനെയോ കൂടിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, നമുക്ക് ഇനി എന്തായാലും ഇവിടുന്ന് വേഗം പോകാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫ്ലിന്നും റെനോയും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് സെർജി കൂബ്രിച്ചിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവന്റെ ആൾക്കാരോട് അലറുന്നുണ്ട്, എങ്ങനെയെങ്കിലും പോയിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോകാന്ന് പറയണം. എന്നാൽ ഇത് കേട്ട പ്രൊഫസർ ലാസലോ പറയാണ്, അതിന്റെ ആവശ്യമുണ്ട് തോന്നില്ല, കാരണം നമ്മൾക്ക് കിട്ടേണ്ട വിവരം കിട്ടിക്കഴിഞ്ഞു. ആ മെഡാലിയൻ നേരത്തെ മെഴുകിന്റെ മേലേക്ക് വീണ സമയത്ത് ഒരു അച്ച് പോലെ അതിലുണ്ടായിരുന്ന ഡാറ്റാസ് മുഴുവനും അവിടെ പതിഞ്ഞു കഴിഞ്ഞു. അതിലൂടെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇനി അവർക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇതേ നേരം തന്നെ സിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് റെനയും ഫ്ലിന്നും
കൂടെ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ റെനോയോട് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഫ്ലിന് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നെ പറയാം, എന്റെ ജീവൻ കൊടുത്താണ് ഇത്രയും നാൾ ഞാനിത് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്, ഇനി എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല, നീ കൂടെ ഇനി എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണം. എന്നാൽ നീ ആരാണ്, ഈ മെഡാലിയൻ എന്താണ്, ഇതിന്റെ പിന്നാലെ വരുന്നവർ ആരാണ് എന്നൊക്കെ ഫ്ലിന് ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി വേഗം തന്നെ സിറ്റിയിൽ നിന്ന് ഒന്ന് മാറുകയാണ്. ഇതിനുശേഷം സെർജി കൂബ്രിച്ചിനെ കാണിക്കാണ്. അയാളുടെ ആളുകളുമായിട്ട് ഒരു പഴയ കെട്ടിടത്തിലാണ് ഇപ്പൊ താമസിക്കുന്നത്. കാവലിനായിട്ട് ഇയാളുടെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ ഒന്ന് മുള്ളാൻ വേണ്ടിയിട്ട് അതൊന്നൊന്ന് പുറത്തേക്ക് പോയ സമയത്ത് എന്താണെന്ന് അറിയില്ല, ഇരുട്ടത്ത് എന്തോ ഒരു സാധനം പെട്ടെന്ന് അയാളുടെ അടുത്ത് കൂടെ പോവാണ്. അയാളെ പെട്ടെന്ന് കാണാതാവുന്നുണ്ട്. ഇയാളെ നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഒരാൾ പോകുന്നുണ്ട് കേട്ടോ. അയാൾക്കും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വളരെ വേഗത്തിൽ ഒരു കറുത്ത സാധനം പോകുന്ന കണ്ടു. പെട്ടെന്ന് അയാളെയും ആ സാധനം പിടിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഫ്ലിന് ഒന്ന് മുടി വെട്ടാനൊക്കെ ആയിട്ട് ഒരു ബാർബർ ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയ സമയത്ത് ദാണ്ടെ ഒരാൾ അവിടെ ഇരിക്കുന്നു. മറ്റാരുമല്ല, അവന്റെ ബോസ് ആയിട്ടുള്ള ജൂഡ്സൺ തന്നെ. അയാളെ കണ്ടപാട് തന്നെ ഫ്ലിനിന് മനസ്സിലായി, ഓഹോ അപ്പൊ വെക്കേഷനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണല്ലേ. മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും എന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. ഈ സമയത്ത് ഫ്ലിനിനോട് ജൂഡ്സൺ പറയണം, എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ യൂദാസ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ആ ചാരനല്ലേ, അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യൻ. ആ അയാള് തന്നെ. ആ യൂദാസ് ആണ് ഈ ലോകത്തിലെ ആദ്യത്തെ വാമ്പയർ. ഒരു ശാപംകാരനാണ് അവനൊരു വാമ്പയർ ആയി മാറിയത്. ഇത് കേട്ട് ഫ്ലിന് ചിരിക്കുകയാണ് കേട്ടോ. ചുമ്മാ തമാശ പറയാൻ നിൽക്കല്ലേ, സത്യാടാ ഈ വാമ്പേഴ്സിന് ഈ ഒരു ഹോളി വാട്ടറിന് ഭയങ്കര പേടിയാണല്ലോ. അതിന്റെ കാരണമൊക്കെ അതാണ്. മാത്രമല്ല ഈ യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ വെള്ളിക്കാശല്ലേ കിട്ടിയത്, അതുകൊണ്ടാണ് വാമ്പേഴ്സിനെ കൊല്ലാനായിട്ട് വെള്ളിയുടെ ആയുധം തന്നെ ഉപയോഗിക്കുന്നത്. അതുപോലെ അവൻ തൂങ്ങി മരിച്ചത് ഒരു പ്രത്യേക മരത്തിന്റെ കമ്പിൽ കെട്ടി തൂങ്ങിയിട്ടാ. അതുകൊണ്ട് തന്നെ ആ മരത്തിന്റെ കമ്പുകൾ കൊണ്ടും ഈ ഒരു വാമ്പേഴ്സിനെ കൊല്ലാൻ കഴിയും. മാത്രമല്ല യൂദാസ് എന്ന് ഉപയോഗിച്ച ആ ഒരു ചാലിസ് ഉണ്ടല്ലോ, കപ്പ്, അതിൽ രക്തമാക്കിയ വാമ്പേഴ്സ് കുടിക്കുകയാണെങ്കിൽ അവറ്റകൾക്ക് ശക്തി കൂടും. ഡ്രാക്കുള എന്ന വാമ്പയറിനെ ഉണർത്താനായിട്ടാണ് കുറച്ച് ആളുകൾ ഇപ്പൊ ആ ഒരു ചാലിസും തേടി നടക്കുന്നത്. അതിലേക്കുള്ള വഴികാട്ടിയാണ് ഇപ്പൊ നിന്റെ കയ്യിലുള്ള ആ ഒരു മെഡാലിയൻ. ഒരു കാരണവശാലും അവരുടെ കയ്യിൽ അത് കിട്ടാൻ പാടില്ല. അതുപോലെ വേറെയും ചില വിവരങ്ങൾ നീ ശേഖരിക്കണം. ചില കാര്യങ്ങൾ ഇപ്പൊ ജൂഡ്സൺ ഫ്ലിനോട് പറയുന്നുണ്ട്. ഫ്ലിൻ അപ്പൊ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ആൻഡ്രൂവിനെ വിളിക്കുകയാണ്. അതായത് ഈ നഗരത്തിൽ തന്നെയാണ് യൂദാസിനെ അടക്കം ചെയ്തിട്ടുള്ള ആ ഒരു കല്ലറയുള്ളത്. നേരെ അവനെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ കല്ലറയുടെ മുൻഭാഗത്ത് ഒരു ഹോള് പോലെയുണ്ട്. ആ ഹോളിലേക്ക് ഒരു സിൽവർ കോയിൻ ഇട്ട സമയത്ത് അത് പെട്ടെന്ന് തള്ളി തുറന്നു വരികയാണ്. ആ കല്ലറ അതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പഴയ ഒരു തുണിക്കഷ്ണം ഫ്ലിനിന് കിട്ടുകയാണ്. അതിലെന്തൊക്കെയോ ചില എഴുത്തുകൾ ഉണ്ടായിരുന്നു. ആൻഡ്രൂവുമായിട്ട് ആ സെമിത്തേരിയിലൂടെ ആ ക്ലൂവുമായിട്ട് അവൻ അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ സെർജി കുബ്രിച്ചിന്റെ ആൾക്കാർ വന്നിട്ട് ഫ്ലിനിനെ തലയിൽ ഒരു തുണി ഇട്ട് മൂടി അവിടുന്ന് പൊക്കി എടുത്തുകൊണ്ട് പോവാണ്. ആൻഡ്രൂ അപ്പൊ തന്നെ ഓടിയാട്ടോ, നല്ല കൂട്ടുകാരൻ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്തപ്പോ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നോക്കുന്നത്. എന്തായാലും ഫ്ലിനിനെ സെർജി കുബ്രിച്ചിന്റെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഒരു ചെയറിൽ കെട്ടിയിട്ട് ഇപ്പൊ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു മെഡാലിയനും അതുപോലെ തന്നെ ആ ഒരു ക്ലൂ മേടിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഫ്ലിന് പറയണ, ഇതിപ്പോ നിങ്ങൾ എടുത്തോണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല, എന്നെ ജീവനോടെ വെച്ചാൽ മാത്രമേ അത് ആ ഒരു ക്ലൂകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതേ നേരം തന്നെ കൂബ്രിച്ച് അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർ ലാസ്ലോയെ വിളിക്കണം കേട്ടോ. ലാസ്ലോയെ കണ്ടപാട് തന്നെ ഫ്ലിൻ ഒന്ന് ഞെട്ടിപ്പോവാണ്. അതായത് അവനേക്കാൾ വിവരമുള്ള ആളാണ് ലാസ്ലോ. പ്രൊഫസർ ലാസ്ലോയെ പോലെ ഒരാൾ കൂടെയുള്ള സമയത്ത് എന്നെ എന്തിനാ ഇവരെന്തായാലും എന്നെ കൊല്ലുന്നു ഫ്ലിനിന് മനസ്സിലായി. ഇതിനിടയിൽ നൈസായിട്ട് സ്വയം രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് തന്നെ കയ്യിലെ കെട്ടുകൾ അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ കൂബ്രിച്ചിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നുണ്ട്, സാറേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 2-3 പേരെ കാണാനില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇവന്മാർ ഇതെവിടെ പോയി കിടക്കാന്ന് ഒരു ഐഡിയ ഇല്ല സാറേ. അതായത് അന്ന് രാത്രി കാണാതായി അവരുടെ ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഇവൻ ഈ കൂബ്രിച്ചിനോട് പറയുന്നത്. അപ്പൊ കൂബ്രിച്ച് പറയണത് എവിടെയെങ്കിലൊക്കെ പോയിട്ട് വെള്ളമടിച്ച് ബോധമില്ലാതെ കിടക്കുന്നുണ്ടാവും, ഇങ്ങോട്ടേക്ക് വന്നാലേ ആദ്യം എന്നെ കണ്ടിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്താൽ മതി എന്ന് പറയണം. അതുപോലെ ഇവനിനി വെക്കണ്ട, തട്ടിക്കളഞ്ഞേക്ക്. പക്ഷെ അതൊരു കൊലപാതകമായിട്ട് ആർക്കും തോന്നാൻ പാടില്ല, ഒരു അപകടമായിരിക്കണം. പിന്നീട് സെർജി അവിടെ നിന്ന് പോണ്. ഇപ്പൊ അവന്റെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഫ്ലിനിന്റെ വായിൽ എന്തോ ഒരു മയക്കുമരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവനൊരു കാറിൽ കയറ്റിയിരുത്തി ആ കാറ് തള്ളിയിട്ട് കൊല്ലാനായിരുന്നു ഇവരുടെ പദ്ധതി കേട്ടോ. എന്തായാലും നിർബന്ധിപ്പിച്ച് അവനെ കൊണ്ട് ആ ഒരു മരുന്ന് കുടിപ്പിക്കുകയാണ്. പിന്നീട് കാർ എടുക്കാനായിട്ട് ഇവർ പുറത്തേക്ക് പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ചെയറിൽ ഫ്ലിൻ ഉണ്ടായിരുന്നില്ല. അതായത് അവൻ നേരത്തെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു കൂബ്രിച്ചിന്റെ ആള് ഫ്ലിനിന് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കസാര വെച്ച് പിന്നാലെ ചെന്ന് അവന്റെ തലക്കെട്ട് ഒരൊറ്റ അടി കൊടുത്ത് ഫ്ലിൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പോകുന്ന വഴിയിലാണ് അവനൊരു കാര്യം കാണുന്നത്. പ്രൊഫസർ ലാസ്ലോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഡാലിയൻ അതുപോലെ തന്നെ ആ ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം ഉണ്ടല്ലോ, ആ ഒരു തുണിയുടെ കഷ്ണം, അതിലുണ്ടായിരുന്ന ആ ഒരു ക്ലൂ ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലിൻ ഒന്നും നോക്കിയില്ല, നൈസായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പ്രൊഫസറെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് നോക്കിയാലോ എന്ന് പറയാണ്. പ്രൊഫസർ ആണെങ്കിൽ കുറെ നേരമായിട്ട് തല പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഇതിന്റെ ആ ഒരു ട്രിക്ക് എന്താ മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ഫ്ലിന് യൂദാസിന്റെ കല്ലറയിൽ നിന്നും കിട്ടിയ ആ ഒരു പഴയ തുണി അതെടുത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഡാലിയൻ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് തുടക്കുകയാണ്. തുടച്ച സമയത്ത് അതിലുണ്ടായിരുന്ന എല്ലാം മാഞ്ഞുപോയി. ഇപ്പൊ അതൊരു ഗ്ലാസ് പോലെ കാണുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരിയുടെ മുന്നിൽ ഈ ഗ്ലാസ് വെച്ച സമയത്ത് ആ മെഴുകുതിരിയുടെ വെളിച്ചം ഈ ഗ്ലാസ്സിലൂടെ പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയപ്പോൾ ചുമരിൽ ഒരു ഭൂപടം അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് യൂദാസിന്റെ ആ ഒരു ചാലിസ് ഉള്ളത് എന്ന്. സംഗതി കിട്ടിക്കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലിന് പറയാണ്, പ്രൊഫസറെ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ടാവാ, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാന്ന് പറയണം. എന്നാൽ പ്രൊഫസർ പറയണ, എടാ പറ്റില്ലടാ, എന്റെ കാല് നീ കണ്ടില്ലേ, നീ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയണം. കാരണം പ്രൊഫസർക്ക് ആ കാല് വെച്ച് എന്തായാലും നടക്കാനോ വേഗത്തിൽ ഓടാനോ കഴിയില്ല. പിന്നീട് ഫ്ലിന് വേഗം തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ കൂബ്രിച്ചിന്റെ ആൾക്കാരുണ്ട്. വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാനായി
ഹായ് എന്നൊരവസ്ഥ എത്തിയപ്പോഴാണ് ഫ്ലിന്നിന്റെ ഉള്ളിൽ കയറി ആ ഒരു മരുന്ന് വർക്കാവുന്നത്. അവൻ തല കറങ്ങി അവിടെ വീഴുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ വന്ന ഈ കൂബ്രിച്ചിന്റെ ആൾക്കാർ ഗണ്ണ് ലോഡ് ചെയ്യാണ് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട്. എന്നാൽ ഈ സമയത്താണ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ റെനോയെ ഫ്ലിന്ന് കാണുന്നത്. അവൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ ചാട്ടാണ് കേട്ടോ. സാധാരണ ഒരു മനുഷ്യനാണ് അങ്ങനെ ചാടിയെങ്കിൽ ഉറപ്പായിട്ടും ചത്തുപോകും. എന്തായാലും ഇത് കണ്ട് നമ്മുടെ ഫ്ലിന്ന് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അവൾക്ക് ഈ ടെലിപ്പോർട്ട് അവൾ എന്തോ പവർ ഉണ്ട് തോന്നുന്നു. ഈ കൂബ്രിച്ചിന്റെ ആൾക്കാരെ ടെലിപ്പോർട്ടായി ഓരോന്നിനെയും എടുത്തിട്ട് മലത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചൊരു കിടിലൻ ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഒരുത്തൻ നമ്മുടെ ഫ്ലിന്നിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നേരെ അതിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് റെനോ. അതുകൊണ്ട് അവളുടെ ദേഹത്താണ് ആ ഒരു ബുള്ളറ്റ് തട്ടിയത്. പിന്നെ അവളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. റെനോ അവിടെ വീണ് പോവാണ്. ഫ്ലിൻ ഇതേ നേരം തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് ഉപയോഗിച്ച് അവിടെ ഒരു ഗ്യാസിന്റെ പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പിന് ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ ഹോള് വന്ന് മാത്രമല്ല സ്പാർക്ക് ഉണ്ടായപ്പോൾ അതിന് തീയും പിടിക്കുകയാണ്. ഇത് അവന്മാരുടെ മേത്തേക്ക് ആവുകയാണ് കേട്ടോ. ഈ ഗ്യാപ്പ് ഉപയോഗിച്ച് ഫ്ലിൻ ഇപ്പോൾ നമ്മുടെ റെനോയുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് റെനോയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കുന്ന സമയത്ത് അവൾക്ക് ഒട്ടും ബോധമില്ല. പതിയെ അവളുടെ ജീവൻ പോവുകയാണ്. സോ ഇത് കണ്ട് ഫ്ലിന്നിന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം അവനെ രക്ഷപ്പെടുത്താനാണ് ഇതുപോലെ റെനോ അവളുടെ ജീവൻ കളഞ്ഞത്. അത് കണ്ട് അവന് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് അവനങ്ങനെ കരഞ്ഞു പോവാണ് കേട്ടോ. ഓ ദൈവമേ, എനിക്ക് വേണ്ടി പാവം ഒരു പെൺകുട്ടി മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിതുമ്പി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് എന്തോ ശ്വാസം തിരിച്ചു കിട്ടിയ പോലെ നമ്മുടെ റെനോ എന്റെ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് കരയുന്ന നമ്മുടെ ഫ്ലിനെ ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഫ്ലിന്നും തിരിഞ്ഞിട്ട് ഹായ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവളെ കണ്ട പാട് തന്നെ ഹല്ലേലൂയ സ്തോത്രം ഇത് പറയാലും ബോധം കെട്ട് വീഴലും ഒരേ ടൈമിലായിരുന്നു. ഇതിനുശേഷം കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ ഫ്ലിൻ ഉണ്ടായിരുന്നത് റെനോയുടെ വീട്ടിലായിരുന്നു. എന്തായാലും ബോധം വന്നപാടേന് ഫ്ലിന് ചോദിക്കുന്നത്, അല്ല നീ അപ്പം മരിച്ചില്ലേ? ഇപ്പൊ റെനെ ചോദിക്കാണ്, ഒരു വട്ടം മരിച്ച ആള് രണ്ടാമത് വീണ്ടും മരിക്കുവോ? എടാ 400 വർഷം മുന്നേ ഞാൻ മരിച്ചു പോയതാണ്, ഞാനിപ്പോ ഒരു വാമ്പയറാണ്. ഇത് കണ്ടപാടേനെ നമ്മുടെ ഫ്ലിൻ ഞെട്ടിപ്പോയി, പ്ലീസ് ദയവ് ചെയ്ത് എന്റെ ചോര കുടിക്കരുതെന്ന് പറയാണ്. അപ്പൊ റെനോ പറയാണ്, നിന്റെ ചോരയൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഫ്രിഡ്ജ് തുറന്ന് അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലിന്നും ചോദിക്കണം, അപ്പൊ ശരിക്കും റെനോ നിനക്ക് 400 വയസ്സായോ? 400 അല്ല 425 വയസ്സായി. പിന്നെ നിനക്ക് വേറൊരു കാര്യം അറിയോ? ഷേക്സ്പിയർ അതുപോലെ തന്നെ ഗലീലിയോ ഗലീലി ഇവരുടെ കൂടെയൊക്കെ ഞാൻ ഡേറ്റിന് പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ എന്റെ വേറൊരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ചെറിയൊരു ട്രിപ്പിന് പോയിട്ട് വരുമ്പോൾ അവൻ കുറച്ച് മുന്നിൽ നടന്നുപോയി. ഞാൻ ഇരുട്ടത്ത് ഒന്ന് ഒറ്റയ്ക്കായ സമയത്ത് ഏതോ ഒരു വയമ്പയർ വന്നിട്ട് എന്റെ കഴുത്തിന് ഒരൊറ്റ കടിയാ. അപ്പൊ തന്നെ ഞാൻ പെടഞ്ഞു മരിച്ചുപോയി. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അവൻ എന്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവന്റെ കഥ തീർക്കും. പക്ഷെ ഇവന്മാരൊക്കെ തേടി നടക്കുന്നത് യൂദാസിന്റെ ആ ഒരു ചാലിസ് ആണ്. കാരണം അത് കിട്ടിക്കഴിഞ്ഞാലേ എല്ലാവർക്കും അവരുടെ ശക്തി നന്നായിട്ട് കൂട്ടാൻ കഴിയും. പക്ഷെ ഒരു കാരണവശാലും ഞാൻ അതിന് സമ്മതിക്കില്ല. എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം കാലം ഞാൻ അത് മുടക്കാൻ ശ്രമിക്കും. പിന്നീട് അവിടെ ഉണ്ടായിരുന്നൊരു ഫോട്ടോ റെനോ ഫ്ലിന്നിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നിന്നെ പോലെ തന്നെ നിന്റെ ആ ഒരു ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ലൈബ്രറിയൻസ് ആണ്. പിന്നെ നിന്റെ ആ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ ജൂഡ്സൺ, അയാൾക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയോ? എന്നെ പോലെ തന്നെ ഒരു 100-400 വയസ്സുണ്ടാവും അയാൾക്ക്. അയാളാണ് ആ ലൈബ്രറി ഉണ്ടാക്കിയത് തന്നെ. പിന്നെ നീ അന്ന് രാത്രി കണ്ട ആ ഒരു സ്വപ്നം, എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ തന്നെയാണ് നിന്റെ ഉള്ളിലേക്ക് ആ ഒരു സ്വപ്നം ഇട്ട് തന്നതും നിന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചതും. കാരണം ആ ഒരു ചാലിസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അത് അവരുടെ കയ്യിൽ കിട്ടാതിരിക്കാനായിട്ട് എനിക്ക് നിന്റെ കൂടെ സഹായം വേണം. എന്തായാലും അത് എവിടെയുള്ളതെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. എന്തായാലും അവരുടെ കയ്യിൽ അത് കിട്ടുന്നതിന് മുന്നേ നമുക്കത് പോയി എടുക്കണമെന്ന് ഫ്ലിന്ന് പറയാണ്. അങ്ങനെ രാവിലെ തന്നെ ആൻഡ്രൂവിന്റെ സഹായത്തോട് കൂടിയിട്ട് ചെറിയൊരു ബോട്ടും എടുത്ത് ഒരു വലിയ തടാകം കടന്നുകൊണ്ട് ഇവർ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ നേരം വെളുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെനോ പറയണ, എടാ എനിക്ക് പകൽ സമയത്ത് തീരെ പറ്റില്ല, സൂര്യപ്രകാശം മേത്ത് തട്ടിയാൽ പ്രശ്നമാണ്. ഫ്ലിന്ന് പറയണ, അതിനൊരു വഴിയുണ്ട്. എന്തായാലും നമ്മൾ ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്താൻ സന്ധ്യാനേരമാവും, അതുവരെ നമുക്ക് ഈ ഒരു ബോട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാന്ന് പറയാണ്. ഫ്ലിൻ ആ ഒരു കാര്യം ആൻഡ്രൂവിനോട് പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ബോട്ടിന്റെ ഉള്ളിലായിരിക്കും, രാത്രി ആവുന്നത് വരെ ഞങ്ങൾ വിളിക്കാൻ പാടില്ല എന്ന് പറയണം. എന്തായാലും ആൻഡ്രൂ ആ ഒരു പകല് മുഴുവനും ആ ഒരു ബോട്ട് കൊണ്ട് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവസാനം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ റെനോയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ കുറച്ചുകൂടെ വെള്ളത്തിലൂടെ ഒന്ന് പോകണം. പക്ഷേ ഈ ബോട്ടുമായിട്ട് അതിലൂടെ പോകാൻ കഴിയില്ല, അവിടെ വെള്ളത്തിന് ആഴം കുറവാണ്. അപ്പൊ ആൻഡ്രൂ പറയുന്നത് ചെറിയൊരു തോണിയുണ്ട്, അതുമായിട്ട് നിങ്ങൾ രണ്ടുപേരും പോയിക്കുവന്നു. അങ്ങനെ ഫ്ലിൻ അതുപോലെ തന്നെ റെനോ രണ്ടുപേരും ആ ഒരു ചെറിയ തോണി എടുത്തുകൊണ്ട് ആഴം കുറഞ്ഞ ആ ഒരു ഭാഗത്തിലൂടെ തുഴഞ്ഞ് അങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ചെരുവിലെല്ലാം ഒരുപാട് തലയോട്ടികളും അതിന്റെ നടുക്കായിട്ട് ഒരു കുരിശൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്, ഒരു കാരണവശാലും ഇത് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്. എന്തായാലും ഇത് കണ്ടപാട് തന്നെ ഫ്ലിൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ അധിക ഭയം അവൻ പുറത്തേക്ക് കാണിക്കുന്നില്ല. കാരണം കൂടെ ഒരു പെണ്ണുണ്ടല്ലോ. ഒരു പെണ്ണിന്റെ മുന്നിൽ പേടിത്തോറഞ്ഞാണ് ഞാനെന്ന് കാണിക്കാൻ ഏതൊരാണോ ഒന്നും മടിക്കും. എന്തായാലും ഇല്ലാത്ത ധൈര്യം അത് സംഭരിച്ചുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോയ സമയത്ത് അത്യാവശ്യം വലുപ്പമുള്ള പഴയ ഒരു പായക്കപ്പൽ കാണുകയാണ്. പതിയെ ഈ ചെറിയ തോണി സൈഡാക്കിയിട്ട് ഈ പഴയ പായക്കപ്പലിന്റെ ഉള്ളിലേക്ക് വേണം ഇവർക്ക് ഇനി കയറി പോകാനായിട്ട്. കയറുന്ന സമയത്തൊക്കെ ഫ്ലിന്നിന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. എന്നാലും അവളുടെ കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ കപ്പലിലേക്ക് കയറുന്ന സമയത്ത് തന്നെ റെനോ പറയുന്നുണ്ട്, ആ ഈ കപ്പൽ എനിക്കറിയാം, ഇതിന്റെ ക്യാപ്റ്റനുമായിട്ട് ഞാൻ പണ്ട് ഡേറ്റിന് പോയിട്ടുണ്ട്. എന്റെ പൊന്നു വാമ്പേറിന്റെ മോളെ, നീ അപ്പൊ ഡേറ്റിന് പോകാത്തായിട്ട് ആരെങ്കിലും ഉണ്ട് അന്നത്തെ കാലത്ത്? അറിയില്ല, ഞാൻ കുറെ പേരുടെ കൂടെ പോയിട്ടുണ്ട് എന്ന് പറയണം. എന്തായാലും വാ ഉള്ളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ആ കപ്പലിന്റെ ഉള്ളിലേക്ക് ഇവരങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ട്രാപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നാണ് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡ്. അത് പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വളരെ വേഗത്തിൽ വരികയാണ്. ജസ്റ്റ് മിസ് എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും തല അറ്റുപോയേനെ. എന്തായാലും അത് താണ്ടിക്കൊണ്ട് നേരെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക്
പോയപ്പോൾ ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ അവിടെ ഇങ്ങനെ എല്ലും തോലുമായിട്ട് കിടക്കുന്നുണ്ട്. അയാളുടെ നെഞ്ചത്ത് അയാൾ ഇറുക്കി പിടിച്ച രീതിയിൽ ഒരു പെട്ടകവും അയാളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇവർ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് അത് തുറക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഇവർ തേടി വന്ന ആ യൂദാസിന്റെ ചാലിസ് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഫ്ലിൻ അത് കയ്യിലേക്ക് എടുക്കുകയാണ്. ആ സാധനം കയ്യിലേക്ക് എടുത്ത സമയത്ത് നമ്മുടെ റെനോ ഉണ്ടല്ലോ, ഈ വാമ്പേഴ്സിന്റെ ഒരു വീക്ക്നെസ് തന്നെയാണ് യൂദാസിന്റെ ആ ഒരു ചാലിസ് എന്ന് പറയുന്നത്. അവൾക്ക് ഇപ്പൊ ആ ഒരു ചാലിസ് കണ്ട സമയത്ത് വല്ലാത്തൊരു കൊതി തോന്നുകയാണ്. അവളുടെ യഥാർത്ഥ രൂപവും പല്ലും നഖമൊക്കെ പുറത്തേക്ക് വരികയാണ്. ഫ്ലിൻ ഇപ്പൊ വേഗം തന്നെ ആ ഒരു കപ്പ് മാറ്റി പിടിക്കുകയാണ്, അതായത് ആ ഒരു ചാലിസ്. കുറച്ചു നേരം കൂടെ ഇത് നിന്റെ മുന്നിൽ വെച്ചാൽ നീ എന്റെ കഴുത്തറുത്ത് എന്റെ ചോരയെടുത്ത് നീ ഈ കോപ്പയിൽ ഒഴിച്ച് കുടിക്കും. അത് വേണ്ട, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി പോവാൻ നിൽക്കുമ്പോൾ ദാണ്ടി വരുന്നു അങ്ങോട്ടേക്ക് ആര്, സെർജി കൂബ്രിച്ചും അയാളുടെ ആൾക്കാരും കൂടെ, പിന്നെ നമ്മുടെ പ്രൊഫസർ ലാസലോയും ഉണ്ട്. കാരണം ഫ്ലിന്നിനെ പോലെ തന്നെ ഈ സ്ഥലം പ്രൊഫസർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്തായാലും ഈ ഒരു സെർജി കൂബ്രിച്ചിനെ കണ്ടപാട് തന്നെ നമ്മുടെ റെനോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ആ നീയോ, എല്ലാത്തിനും ഞാൻ ശരിയാക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നേരെ ചാടി വീഴുന്ന സമയത്ത് കൂബ്രിച്ചിന്റെ കയ്യിൽ ഒരു സിൽവറിന്റെ കുരിശുണ്ടായിരുന്നു. അത് കാണിച്ച് റെനോയെ അവിടെ അടക്കിയിരുത്തുകയാണ്. അവിടെ ഇരിക്കുക എന്ന് പറയണം. എന്നിട്ട് ഫ്ലിന്നിന് അവനും കൊടുക്കുകയാണ് 2 പേട. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചാലിസ് മേടിച്ച് 2 എണ്ണം കൂടെ ഇതിന്റെ ഉള്ളിൽ കിടന്ന് ചാവെന്ന് പറഞ്ഞിട്ട് ആ റൂമിന്റെ ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തുകൊണ്ട് ഇവരെല്ലാവരും അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഇതിനുശേഷം ഫ്ലിന്ന് വന്നിട്ട് റെനോയോട് പറയണം, അല്ല നിനക്ക് നല്ല സൂപ്പർ പവർ ഒക്കെ ഇല്ലേ, അത് ഉപയോഗിച്ച് ഈ ഡോർ എങ്ങനെ തല്ലി പൊളിക്കുന്നു പറയണം. ഇപ്പൊ റെനോ പറയണ എനിക്ക് നല്ല പവറൊക്കെ ഉണ്ട്, പക്ഷേ കഴിഞ്ഞ രാത്രിയിലാണ് ഞാൻ ബ്ലഡ് കുടിച്ചത്, ഇപ്പൊ എനിക്ക് ശക്തി കിട്ടുന്നില്ല. ഓഹോ അങ്ങനെയാണോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കാം, നീ വേണമെങ്കിൽ ഇവിടെ നിന്നോന്ന് പറയണം. അതായത് ഫ്ലിന്നിന് ചെറിയൊരു പേടി, ഇവളെങ്ങാനും ദാഹം മൂത്താൽ എന്റെ രക്തം കുടിക്കുമോ എന്നുള്ള ഒരു പേടിയായി. എന്തായാലും ആ സമയത്താണ് നമ്മുടെ ഫ്ലിന്നിന് ഒരു ഐഡിയ തോന്നിയത്. അവിടെ ഒരു പീരങ്കി കാണുന്നുണ്ട്, അത് നേരെ ഈ ഡോറിന്റെ ഭാഗത്തേക്ക് കൊണ്ടു വെക്കുകയാണ്. എന്നിട്ട് പീരങ്കിയുടെ ഉള്ളിലേക്ക് കുറെ സാധനം കുത്തി നിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തിരിയിട്ട് അതിന് തീ കൊടുക്കുകയാണ് കേട്ടോ. അതായത് അതിന്റെ ഉള്ളിൽ ഉണ്ടയൊന്നുമില്ല, പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പീരങ്കി നന്നായി പിന്നിലേക്ക് ഒന്ന് തള്ളും. അപ്പൊ ആ ഒരു ഫോഴ്സ് ഉപയോഗിക്കാനാണ് ഇവരുടെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പീരങ്കി പിന്നിലേക്ക് വന്ന് അടിക്കുകയാണ്. ഡോറ് പൊളിഞ്ഞു. ആ വഴിയിലൂടെ ഇവർക്ക് പുറത്തേക്ക് കടക്കാനും കഴിഞ്ഞു. ഇതിനുശേഷം ഇവർ വന്ന ഒരു ചെറിയ തോണി അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേരെ നമ്മുടെ ആൻഡ്രൂവിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അവരവിടെ പോയി നോക്കിയപ്പോൾ ആൻഡ്രൂ ബോധം കെട്ട് കിടക്കുകയാണ്. കുറച്ച് വെള്ളമെല്ലാം അവന്റെ മുഖത്താക്കിയിട്ട് അവനെ ഉണർത്തുന്നുണ്ട് കേട്ടോ. ആൻഡ്രൂ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആൻഡ്രൂ പറയണേ, എന്താണെന്ന് അറിയില്ലടാ, ഇരുട്ടിൽ നിന്നും ചില ബാഹ്യമായ കൈകൾ വന്ന് എന്നെ കയറി പിടിച്ച് മോനേന്ന് പറഞ്ഞിട്ട് ഒരു അടിയായിരുന്നു. ആ അടിയിൽ എന്റെ ബോധം അപ്പൊ തന്നെ പോയതെന്തായാലും നന്നായി, ഒരടിയിൽ തീർന്നല്ലോ. എന്തായാലും നമ്മുടെ ബോട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് ഫ്ലൈൻ ആ ഒരു ബോട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിന് മുന്നേ തന്നെ റീനോ ആ ഒരു ബോട്ടിൽ കയറിയിട്ട് ഇവരെ കൂട്ടാതെ അവള് പോവാണ്. ഫ്ലിനി ഇപ്പൊ അവൾ ഉറക്കനെ വിളിക്കുന്നുണ്ട്. അപ്പൊ റെനോ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്റെ കൂടെ വരണ്ട, ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു ജോലിയാണ്, നീ എന്തായാലും നീ ഇവിടുന്ന് പൊയ്ക്കോ, നീ ഇതിലേക്ക് വരണ്ടെന്ന് പറയാണ്. എന്നാൽ ഫ്ലിന് റെനയെ ഒരുപാട് വിളിച്ചെങ്കിലും അവള് നിർത്താതെ പോവുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ആൻഡ്രൂ തന്നെ അവന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ചെറിയൊരു ബോട്ടുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് ആ ബോട്ടുമായിട്ട് ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ റെനോയെ കാണിക്കാണ്. രാത്രിയായ സമയത്ത് ഫ്രിഡ്ജിൽ നിന്നും ഒരു പാക്കറ്റ് ബ്ലഡ് മുഴുവനായിട്ട് എടുത്ത് കുടിക്കുകയാണ്. മറ്റൊരു പാക്കറ്റ് എടുത്ത് അവളുടെ കോട്ടിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് റെനോ നേരെ പോകുന്നത് ഈ സെർജി കൂബ്രിച്ചിന്റെ താവളത്തിലേക്കാണ്. കാരണം അവിടെയാണ് ഇപ്പൊ അവർ ചാലിസ് ഉള്ളത്. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്നും അത് അടിച്ചു മാറ്റണം. അപ്പൊ ആരും കാണാതെ നൈസായിട്ട് അവന്റെ താവളത്തിലേക്ക് ഇപ്പോ റെനോ കയറിയിട്ടുണ്ട്. എന്നാൽ അവളുടെ പിന്നാലെ തന്നെ നമ്മുടെ ഫ്ലിന്നും വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ട് പതിയെ പിറകാലെ ചെന്ന് അവളുടെ ഷോൾഡറിൽ കൈവച്ച് അയ്യോ സർപ്രൈസ് പെട്ടെന്ന് ആയതുകൊണ്ട് റെനോ ഒന്ന് ഞെട്ടിപ്പോവാണ്. തിരിഞ്ഞു നിന്ന് ഒരേറ്റ അടിയാണ്. അടിയും കൊണ്ട് നമ്മുടെ ഫ്ലിന് തെറിച്ചു പോയി വീഴുന്നുണ്ട്. സർപ്രൈസ് ആയത് അവനായി പോയി കേട്ടാ. കാരണം അമ്മാതിരി അടിയാ കിട്ടിയത്. ഒരു വാമ്പയറിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുക എന്നൊക്കെ പറഞ്ഞാല് അത്യാവശ്യം തടി കേടാവുന്ന പരിപാടി തന്നെയാണ്. എന്തായാലും എഴുന്നേറ്റ് വന്ന ഫ്ലിൻ ഇപ്പൊ റെനയോട് ഇത്രക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ശബ്ദം എല്ലാം കേട്ട് അങ്ങോട്ടേക്ക് ആര് വരികയാണ്, സെർജി കൂബ്രിച്ചും അയാളുടെ ആൾക്കാരും അതുപോലെ തന്നെ പ്രൊഫസറും വരുന്നുണ്ട്. അല്ല കറക്റ്റ് സമയത്തിന് വന്നല്ലോ. എന്തായാലും നിങ്ങളുടെ ആവശ്യം ഇപ്പൊ ഉണ്ടായിരുന്നു കേട്ടാ. 2 എണ്ണത്തിനെയും പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകാന്ന് പറയണം. അങ്ങനെ കൂബ്രിച്ചിന്റെ ആൾക്കാർ ഫ്ലിനിനെയും റെനയും ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ തന്നെ പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രൊഫസറോട് പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പ്രൊഫസർ പറയുന്നത് ആദ്യം ആ ശവപ്പെട്ടി തുറക്കുന്നു പറയാണ്. ഇവരെല്ലാവരും ആ ഒരു ശവപ്പെട്ടി തുറക്കുകയാണ്. അതിനുള്ളിൽ എല്ലും തോലുമായി കിടക്കുന്ന ഡ്രാക്കുളയുടെ ശവശരീരമുണ്ട്. അതുപോലെ തന്നെ എല്ലാ മെഴുകുതിരികളും കത്തിക്കാനും പറയാണ്. ഇതിനുശേഷം നമ്മുടെ ഫ്ലിനിന്റെ കൈ മുറിച്ച് അവന്റെ കയ്യിലെ രക്തം ആ ഒരു ചാലിസിൽ നിറയ്ക്കാൻ പറയാണ്. അതുപോലെ തന്നെ കുബ്രിച്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവർ കാത്തിരിക്കുകയാണ് കറക്റ്റ് 12 മണിയാകാൻ വേണ്ടി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൃത്യം സമയം 12 മണി ആയ നേരത്ത് അവിടെ ആകെ എന്തോ ഒരു ശക്തി അത് വരുന്നതിന്റെ ആ ഒരു പ്രസൻസ് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം കത്തിച്ചു വെച്ച മെഴുകുതിരികളൊക്കെ നന്നായി കിടന്ന് ആളാൻ തുടങ്ങുകയാണ്. ആ ചാലിസിലേക്ക് ഒഴിച്ചു വെച്ച ആ ഒരു രക്തം കണ്ടല്ലോ, അത് കിടന്ന് തിളയ്ക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് കുബ്രിച്ച് തന്നെ ആ ചാലിസിലെ രക്തം എടുത്തുകൊണ്ട് നേരെ ഈ ഡ്രാക്കുളയുടെ മൃതശരീരത്തിലേക്ക് അത് ഒഴിക്കുകയാണ്. മൈ ലോർഡ് ഉയർത്തെഴുന്നേൽക്കൂ, ഞങ്ങളെ സഹായിക്കൂ എന്നൊക്കെ പറയാണ്. എന്നാൽ അവിടെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഡ്രാക്കുള ഉയർത്തെഴുന്നേറ്റതുമില്ല. അവിടെ അമാനുഷികമായിട്ട് യാതൊന്നും സംഭവിക്കുന്നുമില്ല. ഇതേ നേരം തന്നെ ഇത്രയും നേരം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രൊഫസർ ലാസലോ ഒരുമാതിരി ഒരു കോമാളിയെ പോലെ കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ആ ഒരു യുദ്ധാസിന്റെ ചാലിസ് പ്രൊഫസറുടെ കയ്യിലാണ് കേട്ടോ. ഇപ്പൊ പ്രൊഫസറുടെ ആ ഒരു ചിരി കണ്ട സമയത്ത് സെർജിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നിനക്കെന്താ എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? ഇതും പറഞ്ഞ് ഇപ്പൊ പ്രൊഫസറിനെ അടിക്കാൻ നോക്കുന്ന സമയത്ത് പ്രൊഫസർ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഒരൊറ്റ തളലാണ് തിരിച്ചു പോയി വീഴുന്നുണ്ട് കുബ്രിച്ച്. ഇതിനുശേഷം ആ ചാലിസിലെ രക്തം മുഴുവനായിട്ടും ഇപ്പൊ പ്രൊഫസർ ലാസലോ കുടിക്കുകയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ
ഇയാളുടെ കാലിലുണ്ടായിരുന്ന ഇയാൾക്ക് നടക്കാൻ സപ്പോർട്ട് ചെയ്തിരുന്ന ആ സാധനങ്ങളെല്ലാം പതിയെ പതിയെ ഊരി പോവാണ്. ഇയാളിപ്പോ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വരികയാണ്. ഇവിടെ വെച്ചാണ് എല്ലാവരും ആ രഹസ്യം മനസ്സിലാക്കുന്നത്. ഇത്രയും ദിവസം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പ്രൊഫസർ ലാസലോ തന്നെയായിരുന്നു യഥാർത്ഥ ഡ്രാക്കുള. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് പേരുടെ രക്തം കുടിച്ച് നടന്ന സമയത്ത് ഈ പ്ലേഗുള്ള ആൾക്കാരുടെയും രക്തം കുടിച്ചായിരുന്നു. അതിലൂടെ ഇയാളുടെ ശരീരം ശോഷിച്ചു പോയി. വേട്ടയാടാനോ മറ്റൊരാളെ ഹണ്ട് ചെയ്തുകൊണ്ട് അയാളുടെ രക്തം കുടിക്കാനൊന്നും പറ്റാതെയായി. അങ്ങനെ കഴിഞ്ഞ 400 വർഷത്തോളമായിട്ട് ഈ യൂദാസിന്റെ ചാലിസ് തേടി ഇയാൾ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളെ തേടി തന്നെ സെർജി കൂബ്രിക് അങ്ങോട്ടേക്ക് വന്നത്. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയല്ലേ, അതുപോലെ തന്നെ. മാത്രമല്ല ഈ സെർജി കൂബ്രിക്കിന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ കാണാതായി എന്ന് പറയുന്നില്ലേ. രാത്രി കാലങ്ങളിൽ അവരുടെ താവളത്തിൽ വന്നു പോകുന്ന ആ ഒരു നിഴൽ അത് മറ്റാരുമല്ല, പ്രൊഫസർ ലാസലോ, അതായത് ഡ്രാക്കുള തന്നെയായിരുന്നു. ഇപ്പൊ ഡ്രാക്കുള കടിച്ച ആ ആൾക്കാര് അവര് വാമ്പേഴ്സ് ആയിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ചാലിസിൽ രക്തം ഇനിയും ബാക്കിയുണ്ട്. ഈ ഡ്രാക്കുള നേരെ അത് റെനോയ്ക്ക് നേരെ നീട്ടുകയാണ്. എന്നിട്ട് അവളോട് അത് കുടിക്കാൻ പറയുന്നുണ്ട്. കൂടുതൽ ശക്തി ആർജിക്കാൻ പറയാണ്. കുറച്ചു നേരം അവളുടെ ആ ഒരു കൺട്രോൾ പോയി കേട്ടോ. അവൾ അത് കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ സ്വബോധം തിരിച്ചെടുത്ത് അവൾ പറയാണ്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ അത് കുടിക്കില്ല, നിന്റെ കൂട്ടത്തിൽ ചേരൂല്ല. അതുപോലെ തന്നെ നമ്മുടെ റെനയെ കടിച്ച ആ ഒരു വാമ്പയർ അത് മറ്റാരുമല്ല, ഈ ഒരു ഡ്രാക്കുള തന്നെയാണ്. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇനി വേറൊരു വഴിയില്ല കേട്ടോ. അതായത് യഥാർത്ഥ വില്ലൻ കുബ്രിച്ചൊന്നുമല്ല, ദാ ഈ കാണുന്ന പ്രൊഫസറാണ്. ഈ നേരത്താണ് ഫ്ലിനിന് ഒരു ഐഡിയ തോന്നുന്നത്. അതായത് ഈ കുബ്രിച്ചിന്റെ ഒരാളുടെ ഈ പോക്കറ്റിന്റെ ഭാഗത്തായിട്ട് ഒരു ഗണ്ണ് കാണുകയാണ്, അതായത് ഫ്ലെയർ അതുപോലത്തെ ഒരു ഗണ്ണ്. അവൻ വേഗം എടുത്ത് ഒരൊറ്റ പൊട്ടിക്കലാണ് കേട്ടോ. മുഴുവനായിട്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഭയങ്കരമായിട്ട് വെളിച്ചം വരുന്നുണ്ട്. ഈ വെളിച്ചം വന്നു കഴിഞ്ഞാൽ വാമ്പേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ആ ഒരു ഗ്യാപ്പിന് ഇവറ്റകളുമായിട്ട് ഫ്ലിന്നും റെനോയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഒരു വാമ്പയർ വന്നിട്ട് ഫ്ലിന്നിനെ ചുമരിനോട് ചേർത്ത് നിർത്തി അവന്റെ കഴുത്തിൽ കടിച്ച് അവന്റെ ചോര കുടിക്കാൻ നോക്കുമ്പോൾ റെനോ ഒരു പരന്ന പ്ലേറ്റ് എടുത്ത് ഈ വാമ്പയറിന്റെ തല തന്നെ വെട്ടിമുറിക്കുകയാണ്. ഇതേ നേരം തന്നെ റെനോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു വാമ്പയർ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വില്ലനായിട്ടുള്ള സെർജി കൂബ്രിച്ച് വന്നിട്ട് ആ വാമ്പയറിനെ പിടിച്ചു വലിച്ചിട്ട് പറയണം, കാര്യം മുഴുവനും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൈവിട്ടുപോയി, ഇനിയിപ്പോ ഒരു രക്ഷയില്ല, നീ പോയിട്ട് ഫ്ലിന്നിനെ ഹെൽപ്പ് ചെയ്യ്, എങ്ങനെയെങ്കിലും ഡ്രാക്കുളയെ ഇല്ലാതാക്കണം എന്ന് പറയണം. ഈ വാമ്പയറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ കുബ്രിച്ച് തന്നെ ഇപ്പൊ റെനോയെ രക്ഷപ്പെടുത്തുകയാണ്. ഇതേ നേരം ഫ്ലിന്നിനെ ഡ്രാക്കുള പിടിച്ചിരിക്കുകയാണ്. അയാളുടെ കയ്യിലാണ് ആ ഒരു ചാലിസ് ഉള്ളതും. ഫ്ലിന്നിന് അവന് പറ്റുന്ന രീതിയിലൊക്കെ ഡ്രാക്കുളയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു ടെലിപ്പോർട്ടേഷൻ പവർ ഇപ്പൊ നന്നായിട്ട് തന്നെ ഡ്രാക്കുളയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലിന്നിന് ഡ്രാക്കുളയെ ഒന്ന് തൊടാൻ വരെ കഴിയുന്നില്ല. അവസാനം ഫ്ലിന്നിന്റെ കഴുത്ത് പിടിച്ച് തൂക്കിയ ഒരു എയറാണ് ഡ്രാക്കുള. ഇതേ നേരം തന്നെ റെനോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളും ഒരു വാമ്പയർ ആണ്. സോ ഡ്രാക്കുളയുമായിട്ട് അവൾക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ ഡ്രാക്കുളയുടെ കയ്യിലേക്ക് അവൾ കയറി കടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രാക്കുളയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചാലിസ് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ റെനോയെ രക്ഷപ്പെടുത്താനായിട്ട് കാട്ടിലേക്ക് തെറിച്ചു പോയി വീണ നമ്മുടെ ഫ്ലിൻ ഓടി വരികയാണ്. ആ വരുന്ന വീഴ്ത്തിൽ അവന്റെ തല പോയിട്ട് ഒരു മരത്തിന്റെ കമ്പിൽ പോയിട്ട് ഒരൊറ്റ അടിയാണ്. അവൻ അപ്പൊ തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഈ മരം, ഇതാണ് നമ്മുടെ ഫ്ലിന്നിന്റെ ബോസ് ആയിട്ടുള്ള ജൂഡ്സൺ പറഞ്ഞ വാമ്പേഴ്സിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു മരം. എന്തായാലും അതിന്റെ നല്ലൊരു ഷാർപ്പ് ആയിട്ടുള്ള കമ്പ് അവൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേ നേരത്ത് തന്നെ ഈ സെർജി കൂബ്രിച്ച്, അവന്റെ ആളുകൾ ഇപ്പൊ വാമ്പയറായി മാറിയല്ലോ, അതിലൊരുത്തൻ കൂബ്രിച്ചിനെ പിടിച്ചിട്ട് അവനോട് പറയാണ്, നീയും ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ഡ്രാക്കുളയുടെ കൂടെ നിൽക്കാന്ന് പറയാണ്. എന്നാൽ ഈ സമയത്ത് കൂബ്രിച്ച് പറയാണ്, അതിന് നല്ലത് മരിക്കുന്നയാടാ. ഇത് പറഞ്ഞതിന് ശേഷം കൂബ്രിച്ച് കയ്യിലുണ്ടായിരുന്ന ഗ്രാനേഡിന്റെ പിന്നെ ഊരിയിടുന്നുണ്ട്. അപ്പൊ തന്നെ ഒരൊറ്റ പൊട്ടലാണ്. ആ വാമ്പേഴ്സും അതുപോലെ തന്നെ കൂബ്രിച്ചും അവിടെ വെച്ച് മരിക്കുകയാണ്. അതുപോലെ ഡ്രാക്കുളയുമായിട്ടുള്ള ഫൈറ്റിൽ നമ്മുടെ റെനെ ആണെങ്കിൽ തോറ്റുപോയിട്ടുണ്ട്. ഇപ്പോൾ അവളെ കൊല്ലാനായി നിൽക്കുന്ന ഈ ഡ്രാക്കുളയുടെ അടുത്തേക്ക് ഇപ്പൊ ഫ്ലിന്ന് വരികയാണ്. അവന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു ചാലിസ് ഉണ്ട്. ഡ്രാക്കുളെ ആ ചാലിസ് കാണിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഇപ്പൊ അവളെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇത് നശിപ്പിക്കുന്നു പറയാണ്. ഇത് കണ്ടപ്പോ ഒന്ന് പുച്ഛത്തോട് കൂടിയിട്ട് ഡ്രാക്കുള ഒന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് റെനോയെ ഒരൊറ്റേറാണ് നേരെ ഫ്ലിന്നിന്റെ അടുത്തേക്ക് വരാം. എന്നിട്ട് പറയാണ്, എനിക്കിനി എന്തിനാടാ ഈ ചാലിസ്, എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഞാൻ പഴയതുപോലെ തന്നെ ഇപ്പൊ ആരോഗ്യവാനാണ്. ഇത് പറഞ്ഞ് ഫ്ലിന്നിന്റെ ആ ഒരു ചാലിസ് പിടിച്ച കൈ തന്നെ അത് പിടിച്ച് തിരിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അവന്റെ മറ്റേ കൈയിൽ അവനൊരു സാധനം വെച്ചായിരുന്നു, ആ മരത്തിന്റെ കൊമ്പ്. അവനൊന്നും നോക്കിയില്ല, ഡ്രാക്കുളയുടെ നെഞ്ചത്തേക്ക് തന്നെ അത് കുത്തി കയറ്റാണ്. ഇതല്ലാതെ മറ്റൊരു ആയുധം കൊണ്ടും ഡ്രാക്കുളയെ കൊല്ലാൻ കഴിയില്ല കേട്ടോ. എന്തായാലും ജൂഡ്സൺ ആ ഒരു കാര്യം ഫ്ലിന്നിനോട് പറഞ്ഞത് നന്നായി. അതുകൊണ്ടാണല്ലോ ഡ്രാക്കുളയെ ഈ മരക്കൊമ്പ് വെച്ച് കുത്തി കൊല്ലാൻ കഴിഞ്ഞത്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ തീർന്നു. നമ്മുടെ റെനോ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ ഫ്ലിന്ന് റെനോയോട് പറയാണ്, എന്തായാലും എന്നെ നന്നായിട്ട് മനസ്സിലായ ഒരാളല്ലേ റെനോ, നീ എന്റെ കൂടെ എന്റെ നാട്ടിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇപ്പൊ റെനോ ഒരു കാര്യം പറയുന്നുണ്ട്, ഫ്ലിന്നെ അത് നടക്കില്ല, കാരണം ഞാനൊരു വാമ്പയർ ആയത് ഈ ഡ്രാക്കുളയുടെ കടിയേറ്റാണ്. ഇപ്പൊ ഡ്രാക്കുള മരിച്ചത് കൊണ്ട് തന്നെ എനിക്കിനി അധിക നാൾ ഉണ്ടാവില്ല. അധിക നാൾ എന്നല്ല, നാളത്തെ സൂര്യോദയം വരെ എനിക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ കുഴപ്പമൊന്നുമില്ല ഫ്ലിന്നെ, കഴിഞ്ഞ 400 വർഷമായിട്ട് ഞാൻ ജീവിച്ച് മടുത്തിട്ടുണ്ട്, മതിയടാ, ഇത്രയൊക്കെ മതി. ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി, ഒരുപാട് ആൾക്കാരെ കാണാനും കഴിഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ 400 വർഷമായിട്ട് എനിക്ക് കാണാൻ പറ്റാത്ത ഒന്നുണ്ട്, സൺറൈസ്. എനിക്ക് നിന്റെ കൂടെ ഇരുന്ന് അത് കാണണമെന്ന് പറയാണ്. ഫ്ലിന്ന് അതിന് സമ്മതിക്കുകയാണ്. അവളെയും കൂട്ടി നേരെ നല്ല സൺറൈസ് കാണാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇതേ നേരം തന്നെ സൂര്യൻ പതിയെ ഉദിച്ചു വരുന്നുണ്ട്. പ്രകാശം അവിടെ ആകെ വ്യാപിച്ചു തുടങ്ങി കേട്ടോ. അതിപ്പോ റെനോയുടെ ദേഹത്ത് തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. അവസാനമായിട്ട് ഫ്ലിന്ന് ചേർത്ത് പിടിച്ച് അവൾ ഒരു ചുംബനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രകാശത്തിൽ അവൾ അലിഞ്ഞു ചേർന്ന് ഇല്ലാതാവുകയാണ്. എന്തായാലും പൂർണ്ണമായിട്ടും റെനോ ഇല്ലാതായത് കണ്ട് ഫ്ലിന്നിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഫ്ലിന്നിന്റെ അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകൾ അത് തീരാൻ
പോകുന്നില്ല. ഇത്തവണത്തെ യാത്രയിൽ അവന് കിട്ടിയത് യോദ്ധാസിന്റെ ചാലിസ് ആണ്. അതുമായിട്ട് നേരെ ലൈബ്രറിയിലേക്ക് പോവാണ്. ജൂഡ്സന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുകയാണ്. ഈ ലൈബ്രറിയിലേക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ ഫ്ലിൻ കൊണ്ടുവരും. അവന്റെ സാഹസികമായിട്ടുള്ള യാത്രകൾ ഇനിയും തുടരും. ഇത് കാണിച്ച് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.